ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സീറ്റ് വിഭജന ചർച്ചകൾ എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കണമെന്ന ആവശ്യമാണ് കഴിഞ്ഞ ദിവസം ചേർന്ന പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടത്. ജനുവരി പകുതിയോടെ ചർച്ചകൾ പൂർത്തിയാക്കണമെന്നാണ് നിർദ്ദേശം. എന്നാൽ അത് അത്ര എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്ന് മറ്റാരേക്കാളും നന്നായി കോൺഗ്രസിന് അറിയാവുന്നതാണ്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള ഉത്തർപ്രദേശ് പോലുള്ള നിർണായക സംസ്ഥാനങ്ങളിൽ അടക്കം സീറ്റ് വിഭജനം വലിയ തർക്കങ്ങൾക്ക് ഇടയാക്കിയേക്കും. കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, രാഷ്ട്രീയ ലോക്ദൾ എന്നിവർ ഉൾപ്പെടുന്നതാണ് പ്രതിപക്ഷ സഖ്യം. SP ആണ് ഏറ്റവും ശക്തമായ പാർട്ടി. ചൊവ്വാഴ്ച നടന്ന യോഗത്തിൽ SP അധ്യക്ഷൻ അഖിലേഷ് യാദവും RLD മേധാവി ജയന്ത് ചൗധരിയും പങ്കെടുത്തിരുന്നു. കഴിഞ്ഞ കുറേ മാസങ്ങളായി കോൺഗ്രസും SPയും RLDയും സംസ്ഥാനത്ത് അത്ര നിലയിൽ അല്ല മുന്നോട്ടു പോകുന്നത്. അടുത്തിടെ നടന്ന മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ SPയെ അവഗണിച്ചതിൽ അഖിലേഷ് യാദവ് കടുത്ത അതൃപ്തിയിലുമായിരുന്നു. രാജസ്ഥാൻ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒരു സീറ്റ് മാത്രം വിട്ടു നൽകിയതിൽ RLDയും അസന്തുഷ്ടരാണ്. രണ്ട് സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ദയനീയമായി പരാജയപ്പെട്ടു എന്നത് മറ്റൊരു കാര്യം. ഈ വർഷം ആദ്യം നടന്ന നഗര തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജനത്തെ ചൊല്ലി SPയും RLDയും തമ്മിലും ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. മതിയായ സീറ്റുകൾ നൽകിയില്ലെന്നായിരുന്നു RLD ആരോപിച്ചിരുന്നത്. SPയും BJPയും തമ്മിലുള്ള പോരാട്ടമായിരുന്ന 2022 UP നിയമസഭാ തെരഞ്ഞെടുപ്പിൽ SP 111 സീറ്റുകൾ, കോൺഗ്രസിന് 2 സീറ്റുകൾ, RLD 9 സീറ്റുകളും നേടി. 255 സീറ്റുകൾ നേടി BJP അധികാരത്തിൽ വരികയും ചെയ്തു. അജയ് റായിയുടെ നേതൃത്വത്തിലുള്ള UP കോൺഗ്രസ് പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും BJPയും SPയും തമ്മിലാണ് പ്രധാന പോരാട്ടം. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 21 സീറ്റുകൾ നേടിയത് ചൂണ്ടിക്കാട്ടി പാർട്ടി ഇത്തവണ 20 മുതൽ 25 വരെ സീറ്റുകളിൽ കൂടുതൽ അവകാശവാദം ഉന്നയിക്കുമെന്നാണ് പല സംസ്ഥാന കോൺഗ്രസ് നേതാക്കളും പറയുന്നത്. ഞങ്ങൾ 2009 വിജയിച്ച സീറ്റുകളിലെങ്കിലും മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു. ആ സീറ്റുകളെങ്കിലും ലഭിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അടുത്തിടെ നടന്ന യോഗത്തിലും സംസ്ഥാനത്ത് 20 സീറ്റെങ്കിലും ലഭിക്കണമെന്ന് തീരുമാനിച്ചിരുന്നുവെന്നാണ് ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് പറഞ്ഞത്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 50 മുതൽ 60 സീറ്റുകളിൽ മത്സരിക്കാനാണ് SP ശ്രമിക്കുന്നത്. SP ഇത്തരമൊരു നീക്കവുമായി മുന്നോട്ടു പോകുകയാണെങ്കിൽ പരമാവധി 10 മുതൽ 15 സീറ്റുകൾ വരെയായിരിക്കും കോൺഗ്രസിന് ലഭിക്കുക. RLDക്ക് 5ഓളം സീറ്റുകളും ലഭിച്ചേക്കാം.